ഡിജിറ്റൽ ബ്രാൻഡിങ്? ഡിജിറ്റൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഓഫ്ലൈൻ ആയിട്ട് നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ മാർക്കറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആയിക്കോട്ടെ, മാർക്കറ്റ് ചെയ്യുന്ന രീതികളായിക്കോട്ടെ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നോർമൽ ഓഫ്ലൈനിലാണെങ്കിൽ നമ്മൾ പോസ്റ്റേഴ്സ്, എന്താ പറയണ്ട, ഫ്ലെക്സസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ബ്രാൻഡിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഓൺലൈനായിരിക്കും. ഓൺലൈൻ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്കത് തന്നെ ഇന്റർനാഷണലി ആയിക്കോട്ടെ, ഗ്ലോബലി ആയിക്കോട്ടെ, നമുക്കത് സ്കെയിൽ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. ഓൺലൈനിലൂടെ നടക്കുമ്പോൾ ഈ ഓൺലൈനിൽ കൂടെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡ് കണ്ടിട്ടായിരിക്കും അവർ ട്രസ്റ്റബിൾ, ആ ട്രസ്റ്റബിലിറ്റിൻ്റെ പുറത്തായിരിക്കും അവർ നമ്മുടെ സ്റ്റോറിൽ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതായിക്കോട്ടെ, കാര്യങ്ങൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്റ്റോർ കണ്ടിട്ടായിരിക്കും. ഈ സ്റ്റോർ ആയിരിക്കണം നമ്മുടെ ഇമോഷൻ, നമ്മുടെ സ്റ്റോറി, ഇതായിരിക്കും നമ്മൾ കൺവേ ചെയ്യുന്നത്. ഈ കൺവേ ചെയ്യിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസും ടൂൾസും ആയിരിക്കും നമ്മൾ ഡിജിറ്റൽ ബ്രാൻഡിങ്ങിലൂടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ടൂൾസ് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, ക്രിയേറ്റീവായിട്ട് അത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതും കൂടെയാണ് നമ്മൾ ഡിജിറ്റൽ ബ്രാൻഡിങ്ങിലൂടെ പഠിപ്പിക്കുക സ്റ്റുഡൻസ്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ സിഒ? എന്താണ് ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ്? ഡിജിറ്റൽ സിഒ എന്ന് പറയുന്നത് ഒരു ഒരു സയൻറ്റിഫിക് ടേമാണ്. അതായത് നമ്മൾ ഡിജിറ്റൽ ബിസിനസ്സിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യുകയാണ് AI യൂസ് ചെയ്ത്. ഡിജിറ്റൽ സിഒൻ്റെ ബെനിഫിറ്റ്സ് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, അതുപോലെ മാൻ പവർ കുറയ്ക്കാം, പല കാര്യങ്ങളും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലീഡ് ജനറേഷൻ, ഇൻസ്റ്റാഗ്രാമിലെ കോണ്ടൻസ് അത് ഓട്ടോമാറ്റിക് പോസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ മെയിൻ വന്ന് നമുക്ക് ഇതെല്ലാം ഓട്ടോമാറ്റഡ്, നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ചെയ്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഒരുപാട്. അപ്പൊ ഇത് പഠിച്ചാൽ ഏത് സാധാരണ ബിസിനസ്സിലും നമുക്കിത് ഉപയോഗപ്പെടും അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ഇത് ഒരു രീതിയിലുള്ള മുൻപരിചയം ഇല്ലാത്ത ആർക്ക് വേണേലും പഠിക്കാവുന്ന ഒരു കാര്യമാണ്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.